എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 13-ാം തീയതിയിലെ ദി ഹിന്ദു ന്യൂസ് പേപ്പറിലെ 2 പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ്. അതിൽ ഒന്നാമത്തേത് എഡിറ്റോറിയൽ പേജിലെ പ്രൊട്ടക്ടിങ് പ്രിസണേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു പേജും 2 ഓപ്പൺ ഡിസ്കഷനിലെ എ ബുള്ളറ്റ് ട്രെയിൻ ടു ഹങ്കർ എന്ന ഒരു ആർട്ടിക്കിളാണ്. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇ ട്രേഡ് അങ്ങനെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് പോലത്തെ ഗോൾഡ് ബോണ്ടുകളെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So let's get started with the gold bond. Sovereign Gold Bond Scheme 2021 to 2022 series. പുതിയൊരു ലോഞ്ചിലേക്കാണ് നമ്മുടെ RBI മുന്നോട്ട് വന്നിരിക്കുന്നത്. The Sovereign Gold Bond Scheme was launched in the year 2015. 2015 ആണ് ഇതിന്റെ ഗോൾഡ് ബോണ്ട് സ്കീം ചെയ്തത്. എന്താണ് ഈ ഗോൾഡ് ബോണ്ട് സ്കീം എന്ന് പറയുന്നത്? അതായത് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന പെട്രോളിയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കൊമോഡിറ്റിയാണ് ഗോൾഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ റിസൾട്ടായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ആഫ്രിക്കയിൽ നിന്നാണ് നമുക്ക് ഗോൾഡ് വരുന്നത് എന്ന് അസ്യൂം ചെയ്യാം. ഈ ആഫ്രിക്കയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഇന്ത്യയിലേക്ക് ഗോൾഡ് വരികയും ഇന്ത്യയിൽ നിന്ന് എന്ത് പുറത്തേക്ക് പോവുകയും ചെയ്യും? നമ്മുടെ ഡോളേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. അത്തരത്തിലേക്ക് പുറത്തേക്ക് പോകുമ്പോൾ രാജ്യത്തിന്റെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് വളരെ താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗോൾഡ് ബോണ്ട് സ്കീമുകൾ 2015 ഇതിൽ ലോഞ്ച് ചെയ്തത്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു സേവിങ് സ്കീമുകളാക്കി മാറ്റി മാത്രമാണ് ഇതിനെ നമുക്ക് കണക്കാക്കാൻ പറ്റുക. ഈ സേവിങ് സ്കീമിന്റെ അടിസ്ഥാനപ്പെടുത്തി ആളുകൾക്ക് എന്ത് ചെയ്യാം? 1 ഗ്രാം മുതലുള്ള സ്വർണം വാങ്ങിക്കാനും ഉള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതായത് 1 ഗ്രാം സ്വർണത്തിന്റെ റേറ്റിൽ തന്നെ അല്ലെങ്കിൽ 1 ഗ്രാം സ്വർണം മുതൽ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് എനി ഫിസിക്കൽ ഗോൾഡ് അൺലെസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാം സ്വർണം പോലും എന്ത് കിട്ടില്ല? ഒരു ഫിസിക്കൽ ഗോൾഡ് നിങ്ങൾക്ക് കിട്ടില്ല. പകരം അതിന്റെ ഒരു പേപ്പർ ഗോൾഡ് ആണ് നിങ്ങൾക്ക് കിട്ടുക. പേപ്പർ ഗോൾഡ് ഇൻ ദ സെൻസ് യു ക്യാൻ ഹാവ് something similar to ordinary bond or government securities. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പേപ്പർ ഗോൾഡ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് ബോണ്ട് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ വേണമെങ്കിൽ പ്ലെഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കുമ്പോൾ കൊളാറ്ററൽ ആയിട്ട് കൊടുക്കാനുമുള്ള ഒരു സാധ്യത എവിടെയുണ്ട്? നിങ്ങളുടെ ഈ ഗോൾഡ് ബോണ്ട് സ്കീമിന്റെ ഒരു പ്രത്യേകതകളിൽ ഒന്നാണ്. ഈ ഗോൾഡ് ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സാധാരണ രീതികളിൽ നിന്ന് ഒരു സ്വർണ്ണ വാഹന അല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങിക്കുന്നതിൽ നിന്നും ഒരു ഫിനാൻഷ്യൽ സേവിങ്സ് ആക്കി മാറ്റി എടുക്കുക എന്നതാണ് ഈ ഒരു ഗോൾഡ് ബോണ്ട് സ്കീമുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ആഭരണം വാങ്ങിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു പേ certain other charges, അതായത് പണിക്കൂലി പോലുള്ള ചില ചാർജുകൾ കൊടുക്കണം. ബട്ട് ഇൻ ദിസ് കേസ് ഓഫ് ഗോൾഡ് ബോണ്ട് സ്കീം യു ഡോണ്ട് നീഡ് ടു പേ എനി സച്ച് കൈൻഡ് ഓഫ് payments or fees, or else you'll have to pay something tax, minimum tax നിങ്ങൾ അടയ്ക്കണം. പക്ഷെ എന്ത് ചെയ്യില്ല? നിങ്ങൾക്ക് മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചാർജുകൾ ഈടാക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? നിങ്ങൾ ഒരു ഗോൾഡിന്റെ കൃത്യമായിട്ടുള്ള വില നൽകിയാൽ മതി. തിരിച്ചു വിൽക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഒരു വില നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫിനാൻഷ്യൽ സേവിങ് എന്ന നിലയിൽ എപ്പോഴും ഗോൾഡ് ബോണ്ടുകളായിരിക്കും ജനങ്ങൾക്ക് അട്രാക്റ്റഡ് ആവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നോക്കാം. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആള് ഒരു ഗോൾഡിന്റെ ആഭരണം വാങ്ങിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പവൻ അല്ലെങ്കിൽ ഒരു 8 ഗ്രാം സ്വർണം വാങ്ങിച്ചു എന്ന് വിചാരിക്കും. ആ സ്വർണത്തിന്റെ കൂടെ അയാൾ പണിക്കൂലി പോലുള്ള അഡീഷണൽ ചാർജുകൾ നൽകുന്നുണ്ട്. പക്ഷേ ഇയാൾ ഇത് വീണ്ടും വിൽക്കുന്ന സമയത്ത് ഈ അഡീഷണൽ ചാർജ് ഇയാൾ അടച്ചതൊന്നും തിരികെ കിട്ടുന്നില്ല. പകരം എന്താണ്? ആ സ്വർണത്തിന്റെ വിലയാണ് ലഭിക്കുക. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഒരു 10 to 20% അയാളുടെ ഒരു അഡീഷണൽ ഫീസ് കൊണ്ട് അയാൾക്ക് നഷ്ടം ഉണ്ടാവുന്നുണ്ട്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഗോൾഡ് ബോണ്ട് സ്കീം there is no such fees, so that there is no such losses may happen. അതുകൊണ്ട് എപ്പോഴും ഒരു സേവിങ്സ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീമുകൾ സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ ഗോൾഡ് ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ആസ് ഗവൺമെന്റ് ഇന്ത്യ സ്റ്റോക്ക് അണ്ടർ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആക്ട് 2006. ഇതൊരു പോയിന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബൈങ് ഇഷ്യൂഡ് ബൈ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇഷ്യൂ ചെയ്യുക. ഇത് എങ്ങനെയൊക്കെയാണ് വിൽക്കുക എന്നുള്ളതാണെങ്കിൽ ഒരു പ്രിലിം പാറ്റേൺ ആയിട്ട് ചോദിക്കാം. ബോണ്ട്സ് ആർ സോൾഡ് ത്രൂ കൊമേഴ്സ്യൽ ബാങ്ക്, സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻസ് ഇന്ത്യ ലിമിറ്റഡ്,
designated post office and recognized stock exchanges, namely National Stock Exchange of India Limited and Bombay Stock Exchange, either directly or through agents. ഇപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മേഖലകൾ കൂടിയാണ് നമുക്ക് എന്ത് ലഭിക്കുക, ഈ ഗോൾഡ് ബോണ്ടുകൾ നമ്മൾക്ക് വാങ്ങിക്കാനുള്ള ഒരു ഏജന്റുകൾ അല്ലെങ്കിൽ ഒരു മീഡിയം എന്ന് പറയുന്ന കൊമേഴ്സ്യൽ ബാങ്കുകൾ, സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ചില പോസ്റ്റ് ഓഫീസുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ടോ ഏജന്റ് മുഖേനയോ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. The bonds are restricted for sale to resident individual. ഇന്ത്യക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് മാത്രമാണ് ഗോൾഡ് ബോണ്ട് സ്കീമുകൾ പങ്കാളിയാകാൻ പറ്റുക. Hindu Undivided Family Trust, universities and charitable institutions, anybody can purchase this sovereign gold bonds. In the പ്രത്യേകത of issue price, gold bond prices are linked to the price of gold of 999 purity or 24 carat published by India Bullion or Jewelers Association Mumbai. 24 carat സ്വർണ്ണത്തിന്റെ വിലയ്ക്ക് തത്തുല്യമായിട്ടുള്ള ഒരു വിലയായിരിക്കും ഈ ഗോൾഡ് ബോണ്ടിലെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. Gold bonds can be purchased in the multiples of 1 unit up to certain threshold or different investors. Upper limit for retail investors and HUF is 4 kilograms each financial year. ഒരു ഫിനാൻഷ്യൽ ഇയർ ഒരു ആൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 4 കിലോഗ്രാം സ്വർണ്ണമാണ് വാങ്ങിക്കാൻ പറ്റുക. ഫോർ ട്രസ്റ്റ് ആൻഡ് സിമിലർ എൻറ്റിറ്റീസ് അപ്പർ ലിമിറ്റ് ഓഫ് 20 കിലോഗ്രാം പെർ ഫിനാൻഷ്യൽ ഇയർ ഈസ് ആപ്ലിക്കബിൾ. അതായത് ട്രസ്റ്റ് പോലുള്ള സിമിലർ എൻറ്റിറ്റീസ് ആണെങ്കിൽ എത്രയാണ്, 20 കിലോഗ്രാം സ്വർണം വരെ ഒരു വർഷം വാങ്ങിക്കാം. ഒരു വ്യക്തികൾക്കാണെങ്കിൽ 4 കിലോഗ്രാം സ്വർണം വരെ വാങ്ങിക്കാനാണ് സാധിക്കുക. മിനിമം പെർമിസിബിൾ ഇൻവെസ്റ്റ്മെന്റ് ഈസ് 1 gram ഓഫ് ഗോൾഡ്. 1 gram സ്വർണ്ണമാണ് ഏറ്റവും കുറഞ്ഞ അളവിൽ വാങ്ങിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ 1 gram സ്വർണം മുതൽ വാങ്ങിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു സാഹചര്യം എവിടെ ഉണ്ടാവുന്നുണ്ട്, ഈ ഗോൾഡ് ബോണ്ട് സ്കീമുകളിൽ ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വാങ്ങിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് എന്ന് പറയുന്നത് 1 gram ആണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന നിലയിലും എന്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ഈ ഗോൾഡ് ബോണ്ടുകൾ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു മേഖലയിലുണ്ട്. അപ്പം ഇത് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് പോലുള്ള ചില ഇൻസ്ട്രുമെന്റുമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു അല്പം കൂടി എന്താണ് ഒരു വിഭാഗം ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് എന്ന് തോന്നും. ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് പോലുള്ള ഗോൾഡിന്റെ ഡെറിവേറ്റീവ്സിൽ വേണമെങ്കിൽ എന്താണ് 100 രൂപയ്ക്ക് വരെ സ്വർണം വാങ്ങിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇൻ ദിസ് കേസ് ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട്, മിനിമം ത്രെഷോൾഡ്, മിനിമം പെർമിസിബിൾ ഇൻവെസ്റ്റ്മെന്റ് ഈസ് 1 gram ഓഫ് ഗോൾഡ്. ഇത് ഏതിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിന്തിക്കുക, 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയ്ക്ക് അനുപാതികമായിട്ടാണ് ഈ ഇഷ്യൂ പ്രൈസ് ഉണ്ടാവുക. അതായത് ഒരു ആൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാക്സിമം ത്രെഷോൾഡ് എത്രയാണ്, 4 കിലോഗ്രാം സ്വർണ്ണമാണ് വാങ്ങിക്കാൻ പറ്റുന്നതെങ്കിൽ ട്രസ്റ്റിനൊക്കെ ആണെങ്കിൽ അപ് ടു 20 കിലോഗ്രാം വരെയുള്ള സ്വർണം വാങ്ങിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇത് പ്രിലിമിനറി പെർസ്പെക്റ്റീവിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ആണ്. The term of gold bond come with a maturity period of 8 years. 8 വർഷത്തേക്കാണ് ഇതിന്റെ ഒരു ടേമിന്യൂർ വരിക. With an option to exit an investment after first 5 years. അതായത് 8 വർഷത്തേക്കാണെങ്കിലും ശരി, 5 വർഷത്തിന് ശേഷം ഇതിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു ഓപ്ഷൻ ആർക്ക് നൽകുന്നുണ്ട്, ഈ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 2.5% per annum is applicable to the scheme, payable semi annually. അതായത് 2.5% വളർച്ച ആണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഗോൾഡ് ബോണ്ട്സ് ഷാൽ ബി ടാക്സബിൾ ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961. ബെനിഫിറ്റ് ബോണ്ട്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോണുകൾക്ക് കൊളാറ്ററൽ ആയിട്ട് ഉപയോഗിക്കാം. ദ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻഡിവിജ്വൽസിന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. റിഡംഷൻ ഈസ് ആൻ ആക്ട് ഓഫ് ഇൻഷുവർ റീപർച്ചേസിംഗ് ഗോൾഡ് ബോണ്ട് ഓർ അറ്റ് ബിഫോർ മെച്യൂരിറ്റി. Capital gain is a profit earned on the sale of an asset like stock, bond or real estate. അതായത് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതായത് ഒരാൾ 2010 ഒരു പ്രോഡക്റ്റ് ഒരു സ്ഥലം വാങ്ങിച്ചു, 2020 ഇയാൾ ഇത് വിറ്റു എന്ന് വിചാരിക്കാം. 2010 10 ലക്ഷം രൂപയ്ക്കും 2020 15 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ ഈ കിട്ടിയ ലാഭത്തിന്റെ 5 ലക്ഷത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കുക. ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീമിൽ ഈ ഒരു സാധ്യത ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് പറയുന്നത്, ഇതൊരു 8 വർഷത്തേക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ സ്വർണ്ണ ആഭരണങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇയാൾക്ക് വേണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വിൽക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം, ഒരു സാധ്യത നൽകുന്നുണ്ട്. Sovereign gold bonds are listed on exchange, but on the trading volumes are not high. Therefore, it is difficult to exit before maturity. അതായത് ഇത് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ്,
ട്രേഡിംഗ് വോളിയം വളരെ കൂടുതലല്ലാത്തത് കൊണ്ട് എക്സിറ്റ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് 5 വർഷത്തിന് ശേഷം പുറത്തു കടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു സാഹചര്യം ഇവിടെ നിലവിലില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് എടുത്തു കാണിക്കുന്നത്. അടുത്ത ഒരു മാപ്പ് സ്റ്റഡിയാണ്. നമ്മളുടെ അറിയാം, ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂസ് വല്ലാതെ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ UPSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ ഒന്നാണ് ഈ മാപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇസ്രായേലിന്റെ മാപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെ നമുക്ക് 4 പോയിന്റുകളായിട്ട് എടുക്കാം. ഒന്ന് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ് തുടങ്ങിയ 8 ദിക്കുകളായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഈ ഡിവൈഡ് ചെയ്യുന്നത് ഇതിൽ നിന്ന് നോക്കുമ്പോഴാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഈ ഒരു ഗോലൻ ഹൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു മലനിരകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇതിന്റെ നോർത്ത് വെസ്റ്റേൺ സൈഡിൽ ആണ് നമുക്ക് ഗോലൻ വെസ്റ്റ് നമുക്ക് കാണാൻ, അല്ലെങ്കിൽ ഗോലൻ ഹൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു അല്ലെങ്കിൽ അതിരാ നോക്കാൻ പറ്റും. ഒന്ന് സിറിയയുമായിട്ട് ഗോലൻ ഹൈറ്റ് അതിർത്തി പങ്കിടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ലെബനനുമായിട്ടും എന്ത് വരുന്നുണ്ട്, ഈ ഗോലൻ ഹൈറ്റുകൾ അതിർത്തി പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ വെസ്റ്റേൺ സൈഡിൽ അല്ലെങ്കിൽ വെസ്റ്റ് തൊട്ട് നോർത്ത് വെസ്റ്റേൺ സൈഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, മെഡിറ്ററേനിയൻ സീനെയാണ്, അല്ലെങ്കിൽ മധ്യനാരണ്യ ആഴിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഏത്, അതുപോലെ തന്നെ ഗാസ സ്ട്രിപ്പ് എന്നറിയപ്പെടുന്ന ഒരു ഭാഗം എന്താണ്, നമ്മളുടെ വെസ്റ്റേൺ ഭാഗത്താണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിന്റെ വെസ്റ്റേൺ സൈഡിൽ നമുക്ക് ഈജിപ്താണ് അതിർത്തി പങ്കിടുന്നത്. ഇസ്രയേലുമായിട്ട് അതിർത്തി പങ്കിടുന്നത് എന്തൊക്കെയാണ്, വെസ്റ്റേൺ സൈഡിൽ ഈജിപ്താണ് പങ്കിടുന്നത്. അതുപോലെ തന്നെ ഗാസ സ്ട്രിപ്പ് എവിടെയാണ്, വെസ്റ്റേൺ സൈഡിലാണ്. അപ്പം അത്തരത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു ട്രയാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കുമ്പം ഈ വെസ്റ്റേൺ സൈഡ് എന്ന് നോക്കുമ്പോൾ ഇസ്രായേൽ ആൻഡ് വെസ്റ്റേൺ സൈഡ് നമുക്ക് ഈജിപ്തും പറയാറുണ്ട്, ഗാസ സ്ട്രിപ്പും പറയാറുണ്ട്. അതിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഗൾഫ് ഓഫ് അക്കബ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റിലാണ് നമുക്കിത് കാണാൻ പറ്റുക. സദേൺ മോസ്റ്റ് പോയിന്റ് ഇലാത്ത് എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ ഒരു സദേൺ പോയിന്റിലാണ് ഗൾഫ് ഓഫ് അക്കാബ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം ഇതിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിന് വരുന്ന ഒരു ഡെസേർട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. വെസ്റ്റ് ബാങ്ക്, നസ്രത്ത് ഭാഗങ്ങൾ കാണാൻ പറ്റും. അതിനൊപ്പം തന്നെ എന്താണ്, ജോർദാൻ നദി, നമുക്ക് ഇതാണ് ജോർദാൻ നദിയെ കാണാൻ പറ്റും. ജോർദാൻ നദി നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന എങ്ങോട്ടൊക്കെയാണ്, ഇസ്രയേലിനെയും ജോർദാനെയും തമ്മിൽ തിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ് ഈ ജോർദാൻ നദി എന്ന് പറയാം. അതിനൊപ്പം തന്നെ നമുക്ക് ജോർദാനെയും ജെറുസലേമിന്റെ ഇവിടെ വരുന്നത് ഈ ഡെഡ് സീ, ചാവ് കടലിന്റെ പ്രസൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചാവ് കടൽ എവിടെയാണ്, ഈ ജോർദാന്റെയും ഇസ്രയേലിന്റെയും ഇടയ്ക്കാണെന്ന്. അപ്പോൾ ലേക്ക് ഓഫ് തിബറിയാസ് അല്ലെങ്കിൽ ഗലീല കടലിന്റെയും ഒരു തീരം എന്ന് പറയുന്നത് അതും എന്താണ്, ഗോലൻ ഹൈറ്റ്സിനും നമ്മുടെ ഇസ്രായേലിന്റെ നസ്രത്തിനും ഇടയ്ക്കുമുള്ള ഒരു ഭാഗത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് സീ ഓഫ് ഗലീലി അല്ലെങ്കിൽ ലേക്ക് ഓഫ് തിബറിയാസ് ലേക്ക് തിബിരിയാസ് എന്നറിയപ്പെടുന്ന സ്ഥലം, അല്ലെങ്കിൽ ലേക്ക് തിബിരിയാസ് ഇതിനിടയ്ക്കാണ് കാണുക. ഇതിന്റെ ഒരു ലൊക്കേഷൻസ് ഓർത്ത് വയ്ക്കാം. പിന്നെ റമനല്ല, ഗാസ സിറ്റി, അഷ്ദോദ്, ടെൽ അവീവ്, പെഠാ തിക്വ, നെതന്യ, ഹദേര, ഹഫിയ, നഹാരിയ തുടങ്ങിയ സ്ഥലങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കണം. ഇതൊക്കെയും എന്താണ്, ഒരു മെഡിറ്ററേനിയൻ സീയുടെ ഒരു തീരങ്ങളിലുള്ള സ്ഥലങ്ങളെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയാം. ഗാസ സിറ്റി, അഷ്ദോദ്, ടെൽ അവീവ്, നെതന്യ, ഹദേര തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇതിന്റെ കീഴിൽ അടുത്താണ്. ഈ മെഡിറ്ററേനിയൻ സീയുമായിട്ട് അടുത്ത സ്ഥലങ്ങളെയാണ് നമുക്കറിയാൻ പറ്റുക. ഇതിനെ വേണമെങ്കിൽ ഇത് ഒരു നോർത്ത് ടു സൗത്ത് എന്നൊരു ഓറിയന്റേഷൻ നമുക്ക് നോക്കാം. നസ്രത്ത്, വെസ്റ്റ് ബാങ്ക്, ജെറുസലേം, ഹെബ്രോൺ, ബെർഷെബ, ദിമോന പോലുള്ള സ്ഥലങ്ങൾ എന്താണ്, നമുക്ക് വേണമെങ്കിൽ നോർത്ത് ടു സൗത്ത് എന്ന ഒരു ഓറിയന്റേഷൻ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെയും ജോർദാന്റെയും ഇസ്രായേലിന്റെയും ഇടയ്ക്കുള്ള അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു സ്ഥലമാണ് ജെറിഹോ എന്നറിയപ്പെടുന്ന സ്ഥലം. എറിഹോ എന്നറിയപ്പെടുന്ന സ്ഥലം, ഈ പോയിന്റുകളൊക്കെയും എന്താണ്, മാപ്പിൽ വളരെ പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളാണ്. അപ്പൊ അതിനൊപ്പം തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇത് ഇസ്രായേൽ എന്നൊരു സ്ഥലമാണ് ഇത് കാണുന്നത്. ഇസ്രായേലിന്റെ ചിലപ്പോൾ നമുക്ക് UPSCക്ക് വളരെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് എവിടെയാണ് എന്ന് അവർക്കൊരു ഐഡിയ ഉള്ളത് കൊണ്ട് നമുക്ക് അടുത്തുള്ള കുറച്ച് കടലുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇത് ബ്ലാക്ക് സീ ആണ്. ബ്ലാക്ക് സീ, തുർക്കിയുടെ നോർത്തേൺ സൈഡിൽ നമുക്ക് ബ്ലാക്ക് സീ കാണാൻ പറ്റും. സദേൺ സൈഡിൽ നമുക്ക് മെഡിറ്ററേനിയൻ സീ കാണാൻ പറ്റും. അതിൽ സൈപ്രസ് എന്നൊരു ദ്വീപുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിയായിരുന്നു.
ജോർദൻ ഉണ്ട്, സിറിയ ഉണ്ട് അല്ലേ, പിന്നെ എന്താണ് ഇപ്പുറത്ത് ഈജിപ്ത് ഉണ്ട്. ഇപ്പൊ ഈജിപ്ത് പോലുള്ള ഇവിടുത്തെ ഒരു പോയിന്റ് നമ്മുടെ ഗൾഫ് ഓഫ് അക്കാബ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഗൾഫ് ഓഫ് അക്കാബ തുടങ്ങിയ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റെഡ് സീയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഗൾഫ് ഓഫ് അക്കാബ. അതിനുശേഷം നമ്മൾ ഇവിടെ പേർഷ്യൻ ഗൾഫ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ കാസ്പിയൻ സീ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, റഷ്യ തുടങ്ങിയ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും എന്ത് ചെയ്യാൻ ശ്രമിക്കുക, മാപ്പിന്റെ ഒരു സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സൗദി അറേബ്യയാണ് ഈ കാണുന്നത്. സൗദി അറേബ്യയുടെ വെസ്റ്റേൺ സൈഡിലാണ് നമുക്ക് റെഡ് സീ, ചെങ്കടൽ കാണാൻ പറ്റുന്നത്. അതുപോലെ പേർഷ്യൻ ഗൾഫിന്റെ നമുക്ക് കിഴക്കൻ തീരത്താണ് നമ്മൾ ഖത്തറിന്റെയും ബഹ്റൈൻ്റെയും കുവൈറ്റിന്റെയും ഒക്കെ കിഴക്കൻ സൈഡിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, പേർഷ്യൻ ഗൾഫ് കാണാൻ പറ്റുക. ഇതൊക്കെ ഒരു വലിയ ഒരു മാപ്പ് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ട് 2 മാർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ് ഈ മാപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. നിങ്ങളുടെ അറ്റ്ലസുമായിട്ട് കൂടുതൽ ചേർന്ന് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തൊരു പോയിന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആയിരുന്നു, പ്രിസണേഴ്സിന്റെ ജാമ്യം കൊടുത്തു വിടുന്നതിന് അല്ലെങ്കിൽ അവരുടെ റീഓറിയന്റേഷനെ കുറിച്ചിട്ടുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ നമ്മൾ കാണുകയും നമ്മൾ എന്താണ് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ 2014 കേസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ സുപ്രീം കോടതിയുടെ ഒരു ഗൈഡ് ലൈൻ ഒക്കെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഓവർ ക്രൗഡിങ് ആണ്, അല്ലെങ്കിൽ ജയിലിൽ ഉണ്ടാകുന്ന ഓവർ പോപ്പുലേഷൻ ആണ് ഈ ഏറ്റവും വലിയ പ്രശ്നം. ഇതെങ്ങനെയാണ് ഓവർ പോപ്പുലേഷൻ എന്ന് പറയുന്നത്? അതായത് എന്താണ്, ഇറാഷണൽ അറസ്റ്റുകൾ ഇതിനൊരു കാരണമാണ്. 2, നമ്മുടെ ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ ഉണ്ടാകുന്ന ട്രയലിൽ ഉണ്ടാകുന്ന ലേറ്റ്നെസ് അല്ലെങ്കിൽ വളരെ വൈകുന്ന ട്രയലുകൾ ഒരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ എന്താണ്, പൊളിറ്റിക്കൽ ക്രൈം നടത്തിയിട്ടുള്ള, അതായത് എന്താണ് നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ കൊറേഗാവ് ഇൻസിഡന്റ്, അതുപോലെ തന്നെ എന്താണ് ആർബിട്രറി അറസ്റ്റുകൾ, ഇത്തരത്തിലുള്ള ചില ഒരു ഇൻസിഡന്റുകളും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ് അണ്ടർ ട്രയൽ ആയിട്ടുള്ള ഡിറ്റൻഷൻസും വളരെ കൂടുതലാണ് നമ്മുടെ ഒരു രാജ്യത്ത്. നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്നുണ്ട് 50% മുതൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB പറയുന്ന ഒരു കണക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% മുതൽ 70% വരെയുള്ള തടവുകാർ എന്ന് പറയുന്നത് എന്താണ്, അണ്ടർ ട്രയൽ തടവുകാരാണ് എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ 50 മുതൽ 70% വരെയുള്ള ഒരു സാധ്യതയിലേക്ക് വരുമ്പോൾ അവരെ ഒരു എന്താണ് ജാമ്യത്തിൽ വിടുകയോ അല്ലെങ്കിൽ സ്വന്തം ജാമ്യത്തിൽ വിടുകയോ അല്ലെങ്കിൽ സെക്ഷൻ 436A ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം എന്ത് ചെയ്യണം, ഒരു പകുതിയിൽ അവർക്ക് കിട്ടാവുന്ന ശിക്ഷയുടെ പകുതിയിലധികമെങ്കിലും അണ്ടർ ട്രയൽ ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പേഴ്സണൽ ബോണ്ടിലോ അവരെ റിലീസ് ചെയ്യണം എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ COVID-19 വളരെയധികം മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വളരെയധികം സെക്കൻഡ് വേവ് വളരെയധികം ശക്തി പ്രാപിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ജയിൽ ഇൻമേറ്റ്സുകളിലേക്ക് ഇപ്പോൾ രോഗം പകരാം. അതുപോലെ തന്നെ രോഗം പകരുന്നത് കൊണ്ട് തന്നെ എന്താണ്, ജയിൽ ജീവനക്കാർക്കും രോഗം പകരാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഓറിയന്റേഷൻ എവിടെ ആവശ്യമാണ്, ജയിലുകളിൽ ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ തടവുകാരെ അല്ലെങ്കിൽ കോടതിയിലേക്കും അല്ലെങ്കിൽ പീരിയോഡിക്കൽ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പുറത്തോട്ട് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു പുറത്തേക്ക് യാത്ര ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇവർക്ക് രോഗം പകരാനുള്ള സാധ്യത കുറയും. ഇവർക്ക് രോഗം പകരാൻ സാധ്യത കുറയുമ്പോഴെന്താണ്, അവരുടെ ഇൻമേറ്റുകൾക്ക് അല്ലെങ്കിൽ രോഗം പകരാനുള്ള സാധ്യത കുറയും. കഴിഞ്ഞ 2020 കഴിഞ്ഞ നാഷണൽ ലോക്ക്ഡൌണിന് മുൻപ് തന്നെ സുപ്രീം കോടതി ഈ ഒരു കുറെ ആളുകളെ പേഴ്സണൽ ബോണ്ടിന്റെ പുറത്തും അല്ലെങ്കിൽ പേഴ്സണലി പരോൾ കൊടുക്കാനും സെർട്ടൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ സെർട്ടൻ പോയിന്റിൽ ഒരു പരോൾ കൊടുക്കാനും ഒക്കെ ഗവൺമെന്റ് അല്ലെങ്കിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴെന്താണ് അല്പം കൂടെ മുന്നോട്ട് പോയിട്ട് നമ്മുടെ അർണേഷ് കുമാർ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ സുപ്രീം സ്റ്റേറ്റ് ഓഫ് ബീഹാറിന്റെ 2014 ജഡ്ജ്മെന്റ് പ്രകാരം ഇറാഷണൽ അറസ്റ്റുകൾ, അതായത് മാക്സിമം 7 വർഷം വരെ തടവ് കിട്ടാൻ സാധ്യതയുള്ള ക്രൈമുകളാണെങ്കിൽ അതിന്റെ അറസ്റ്റുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്ന ഒരു എന്താണ് ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് സെക്ഷൻ 436A ഓഫ് ദ CRPC അണ്ടർ വിച്ച്
The under trials who have completed a half of maximum under trials who have completed half of maximum prison term prescribed for the offense may be released on personal bond. സ്വന്തം ജാമ്യത്തിൽ എന്ത് ചെയ്യണം, അവരെ വിട്ടയക്കണം എന്ന ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ജയിൽ റിഫോംസ് ഇവിടെ ആവശ്യമാണ്. കാര്യം ഇത്രയും അധികം ഓവർ ക്രൗഡിങ് ആകുമ്പോൾ പലപ്പോഴും ഒരു ഇഷ്യൂ ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ മോശമായി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കഴിവതും എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഈ ആർട്ടിക്കിളിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബുള്ളറ്റ് ട്രെയിൻ ടു ഹങ്കർ. നമുക്കറിയാം COVID-19 വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയും ആ ജോലി നഷ്ടപ്പെടുന്നത് കൊണ്ട് അവരുടെ പേഴ്സണലി ഉള്ള സർവൈവലിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ചില പോയിന്റിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും വലിയൊരു പോയിന്റ്, ആസ് പെർ ദ സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ റിപ്പോർട്ട് ഓഫ് 2021 അസീം പ്രേംജി യൂണിവേഴ്സിറ്റി, nearly half of the normal salaried workers moved into informal work between late 2019 and late 2020. At the poorest of 20% of the household lost their entire incomes in April and May 2020. നമുക്കറിയാം ഒരു സാധാരണ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അല്ലെങ്കിൽ നോർമൽ സാലറിയിൽ ആയിട്ടുള്ള ആളുകൾക്ക് എന്താ ഇൻഫോർമൽ ജോലികളിലേക്കും അതുപോലെ എന്താണ് വളരെ പാവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള വീടുകളിൽ നിന്ന് അവരുടെ എൻറ്റയർ ഇൻകം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സോ ദാറ്റ് പോവർട്ടി റേറ്റ് ഈസ് ബീങ് സർജ് ഫ്രം 15% to 20%. അതായത് പോവർട്ടി റേറ്റ് 15% എന്ന റേറ്റ് നിലയിൽ നിന്നും എന്താണ് 15% പോയിന്റ് എന്ന നിലയിൽ നിന്ന് 20% ഉയരാനുള്ള ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഇൻകം റെഡ്യൂസ്ഡ്, അതായത് ഒരു വ്യക്തിയുടെ വരുമാനം പകുതിയാവുകയോ അല്ലെങ്കിൽ ഒരു 4/1 ചുരുങ്ങുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. In rural areas, 20% had no income, while 30% had no income in the urban areas. ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അർബൻ ഏരിയാസ് ആണ്. റൂറൽ ഏരിയാസിൽ 26% ഒരു 0 ഇൻകം ആകുമ്പോൾ അർബൻ ഏരിയാസിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ ആ റേറ്റ് എന്ന് പറയുന്നത് 30% വളർന്നുകൊണ്ടിരിക്കുകയാണ്. 54% in urban areas had to borrow money for food. അതായത് 84% ആളുകൾ അർബൻ ഏരിയാസിൽ ആഹാരത്തിന് വേണ്ടി കടം മേടിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. 16% lower for rural respondents. Nearly 2/3 of the urban respondents had to skip a meal, while it was lower 45% on rural respondents. അതായത് ഇതിന്റെ ഒരു കണക്ക് 3/2 ആളുകളെങ്കിലും എന്താണ് ഒരു നേരത്തെ ആഹാരമെങ്കിലും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം അർബൻ ഏരിയാസിൽ ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ 41% കുറവാണ് എവിടെ ഉണ്ടാകുന്നത്, നമ്മളുടെ റൂറൽ ഏരിയാസിൽ ഉണ്ടാകുന്നത്. In summary, across 13 key parameters, urban respondents were 15 percentage point worse off compared to their rural counterpart. അതായത് ഏകദേശം 15% അല്ലെങ്കിൽ 15%-നേക്കാൾ കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് എവിടെയാണ്, അർബൻ ഏരിയാസിലാണ്. 60% of Muslim, 51% of Dalit, 58% of older person without caregivers, and 56% of single women headed household went to bed without a meal at least once. ഒരിക്കലെങ്കിലും അവരുടെ ആഹാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനകത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് സേഫ്റ്റി NFSA 2013 ഒരു ഇംപ്ലിമെന്റേഷൻ ആണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് being calculated in the rate of 2011 population. 2011 പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് ഈ ഒരു സാധ്യത കണക്ക് കൂട്ടുന്നത്. അതൊരു വളരെ വലിയൊരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് 75% of rural population and 50% of the urban population are entitled to 5 kilogram of food grain each month at a subsidized price. ഏകദേശം 75% റൂറൽ പോപ്പുലേഷനും 50%-ലധികമുള്ള അർബൻ പോപ്പുലേഷനും എന്താണ് 5 കിലോഗ്രാം വീതമുള്ള ഒരു ഫുഡ് ഗ്രെയിൻസിന് അവകാശമുണ്ട് NFSA പ്രകാരം. അതിനൊപ്പം തന്നെ അന്ത്യോദയ അന്നയോജന കാർഡിലുള്ള ആളുകൾക്ക് എന്താണ് അന്ത്യോദയ അന്നയോജന കാർഡിലുള്ള ആളുകൾക്ക് അഡീഷണലി ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന PMGKY എന്നൊരു പ്രോജക്റ്റ് പ്രകാരം അഡീഷണൽ 5 കിലോഗ്രാം ഫുഡ് ഗ്രെയിനുകളും പ്ലസ് 1 കിലോഗ്രാം സീരിയൽസും നൽകുന്ന ഒരു
പ്രോഗ്രാം അല്ലെങ്കിൽ പൾസസ് നൽകുന്ന ഒരു പ്രോഗ്രാമായിട്ട് PMGKY വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NFSAയിലെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള 2011 പോപ്പുലേഷൻ അനുസരിച്ചിട്ടുള്ളത് കൊണ്ട് പലപ്പോഴും എക്സ്ക്ലൂഷൻസ് ഇവിടെ വളരെയധികം ശക്തമായിട്ട് ഉണ്ടാവാറുണ്ട്. ഈ എക്സ്ക്ലൂഷൻ ഉള്ളപ്പോൾ എന്താണ് ഈ PMGKY എന്ന ഒരു പ്രോജക്റ്റിന്റെ ബെനിഫിറ്റ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് ഒരു കാര്യം, രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ MGNREGA മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടീഡ് ആക്ടിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ലഭിക്കാൻ പറ്റും. കഴിഞ്ഞ വർഷത്തെ നമുക്കറിയാൻ പറ്റും ഏകദേശം 75 കോടി കുടുംബങ്ങൾ എന്താണ് 100 ഡേയ്സ് വർക്കുകൾ, അതായത് 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് മാത്രമല്ല, ഇതൊരു ഈ MGNREGA പലപ്പോഴും ഒരു നാഷണൽ ഫണ്ട് ഇൻഫ്യൂസിങ് പ്രോജക്റ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അറ്റ്ലീസ്റ്റ് എന്നുള്ളത് 200 ദിവസത്തേക്കുള്ള തൊഴിൽ ദിനങ്ങളായിട്ടെങ്കിലും ഉയർത്താൻ ശ്രമിക്കുക, ഒന്നാമത്തെ പോയിന്റ്. അതുമല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും അല്ലെങ്കിൽ അർബൻ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ് MGNREGA പോലെ തന്നെ എന്താണ് ഒരു അർബൻ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമുകൾ ഇൻഫ്യൂസ് ചെയ്യുക. അതിനൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് മിനിമം വേജ് അല്ലെങ്കിൽ ഒരു വേജ് കോമ്പൻസേഷൻ എന്ന നിലയിൽ ഒരു 7,000 രൂപ എങ്കിലും കുറച്ച് കാലത്തേക്കെങ്കിലും ഈ വിഭാഗം ആളുകളിലേക്ക് എത്തിക്കുക. ഇത്തരത്തിൽ നമുക്ക് ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു മുൻകൈകൾ എടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഈ COVID-19 എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി ആക്ടിങ് ആസ് എ ബുള്ളറ്റ് ട്രെയിൻ ടു ഹങ്കർ. പട്ടിണിയിലേക്കുള്ള ഒരു വലിയ ബുള്ളറ്റ് ട്രെയിൻ തന്നെയായിരിക്കും ഈ പാൻഡമിക് എന്നതിൽ ഒരു തർക്കവുമില്ല. The Bolshevik Party and its revolution has concerned with which of the country? ഇതിന്റെ ഉത്തരം റഷ്യയാണ്. നമുക്ക് എന്താണ് ബോൾഷെവിക് പാർട്ടി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് വിളിക്കാം. It is also known as October Revolution of 1917. It was second and the last major part of Russian Revolution 1917. 1917 ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് മേജർ പാർട്ടാണ് എന്ന് വേണമെങ്കിൽ ഈ ഒരു ഒക്ടോബർ റെവല്യൂഷനെ നമുക്ക് വിശേഷിപ്പിക്കാം. It was also known as Bolshevik Revolution. ഇതിനെയാണ് നമ്മൾ Bolshevik Revolution എന്ന് വിളിക്കാറുണ്ട്. This military revolution committee was led by Trotsky and was able to garner support of Petrograd garrison and Kronstadt sailors. The Prime Minister ordered the arrest of Bolshevik leaders in October 9. Led to armed uprising in Petrograd in 25th October 1917. അതായത് ബോൾഷെവിക് ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി PM-ന്റെ ഓർഡറിന്റെ റിസൾട്ട് ആയിരുന്നു ഈ 1917 ഒക്ടോബർ 25 ഒരു അപ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇതൊരു നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ NCERT പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ടോ, ഒന്ന് വായിക്കുക. അല്ലെങ്കിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോൾ വീണ്ടും റഷ്യൻ റെവല്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Consider the following states on Kaveri River disputes. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് which among the following states or union territory involved in Kaveri river water disputes? നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ കാവേരി റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സിൽ ഏറ്റവും കൂടുതൽ പങ്കാളികളായിരിക്കുന്നത് കേരളം, തമിഴ്നാട്, കർണാടക ആൻഡ് പുതുച്ചേരി. ഈ 3 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് തന്നെയാണ് കാവേരി. ഇതിനകത്ത് ഉത്തരം ഏതാണ്? കേരള, തമിഴ്നാട്, കർണാടക ആൻഡ് പുതുച്ചേരി. 1, 2, 3 and 4. ഓപ്ഷൻ സി is the right answers. എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ നോക്കാം. എൻട്രി 17 ഓഫ് സ്റ്റേറ്റ് ലിസ്റ്റ്. നമുക്കറിയാം 3 ലിസ്റ്റുകളുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കോൺകറന്റ് ലിസ്റ്റ്. അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ എൻട്രി 17 ഡീൽസ് വിത്ത് വാട്ടർ സപ്ലൈ, ഇറിഗേഷൻ, കനാൽ, ഡ്രെയിനേജ്, എംബാങ്ക്മെന്റ്, വാട്ടർ സ്റ്റോറേജ് ആൻഡ് വാട്ടർ പവർ. ഇതായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ 17ാമത്തെ എൻട്രി വെള്ളത്തിനെ കുറിച്ചാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. Entry of Union List 56, the Union Government for the regulation and development of interstate river and river valley to the extent declared by Parliament to be expedient in the public interest. Entry 56 എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്റർസ്റ്റേറ്റ് റിവർ അല്ലെങ്കിൽ റിവർ വാലിയെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Article 262 of the Constitution of India, in case of dispute relating to waters, Parliament may by law provide for the adjudication of any dispute or complaint with respect to use, distribution or control of water or any interstate water or river valley. Parliament may by law that neither the Supreme Court nor any other court shall exercise jurisdiction in respect of any such dispute complaint mentioned above. അതായത് ഇതിന്റെ ഒരു എന്താണ് ഇന്റർസ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ സ്ഥാപിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 262 ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ഇന്റർസ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണലിനെ
ചോദ്യം ചെയ്യാനുള്ള അവകാശം സുപ്രീം കോടതികൾക്കോ പാർലമെന്റിനോ ഉണ്ടാവുന്നതല്ല എന്നതാണ് ആർട്ടിക്കിൾ 262 ക്ലോസ് ബി പറയുന്ന മുന്നോട്ട് വയ്ക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് മേജർ ഇന്റർസ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ആണ് നമ്മുടെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. രവി ആൻഡ് ബിയാസ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ 3 സംസ്ഥാനങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. നർമ്മദ വാലി റിവർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ 4 സംസ്ഥാനങ്ങളാണ് ഉണ്ടാകുന്നത്. കൃഷ്ണ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന 4 സംസ്ഥാനങ്ങളുണ്ട്. വംശധാര, ആന്ധ്രാപ്രദേശ് ആൻഡ് ഒഡീഷ 2 സംസ്ഥാനങ്ങൾ. കാവേരി 3 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട്. ഗോദാവരി മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക, മധ്യപ്രദേശ്, ഒഡീഷ 1, 2, 3, 4, 5 സംസ്ഥാനങ്ങളാണ് ഉണ്ടാവുക. മഹാനദി ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാദേവി ഗോവ, മഹാരാഷ്ട്ര, കർണാടക, പെരിയാർ തമിഴ്നാടു ആൻഡ് കേരള. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഇൻവോൾവ് ആയിരിക്കുന്ന റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഗോദാവരി റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ ആണ്. ഏറ്റവും കുറവ് കേരളം, അല്ലെങ്കിൽ പെരിയാർ, മഹാനദി, വംശധാര തുടങ്ങിയ റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽസിലാണ് ഏറ്റവും കുറവ് സംസ്ഥാനങ്ങൾ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ പല റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണലിൽ പല സംസ്ഥാനങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം, ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഈ പറഞ്ഞ അങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. കൺസിഡർ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ അയൺ ഡോം ഓഫ് ഇസ്രായേൽ. ഒന്നാമത്തെ പോയിന്റ് വരുന്നത് സേക്രഡ് റിലീജിയസ് സൈറ്റ് വിച്ച് ഇസ് revered by both Palestinian Muslims and Israeli Jews. തെറ്റാണ്. An advanced cyber weapon developed by Israeli intelligence to target Iran's critical infrastructure. തെറ്റാണ്. A mobile all-weather air defense system designed to intercept and destroy short-range rockets and artillery shells. ശരിയായ പോയിന്റ് ആണ്. അപ്പോൾ അടുത്ത ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് ഇസ്രായേൽ അയൺ ഡോം ഡിഫൻസ് സിസ്റ്റം ആണ് എന്ന് പറയുകയും ഇറ്റ്സ് എ മൊബൈൽ സിസ്റ്റം ടു ഇന്റർസെപ്റ്റ് റോക്കറ്റ്സ് വിത്ത് റേഞ്ച് ഓഫ് 44 to 70 കിലോമീറ്റേഴ്സ്. നമുക്കറിയാം ഇൻകമിങ് ഷോർട്ട് റേഞ്ച് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ച് തകർക്കാൻ പറ്റും. 155 mm ഷെൽസ്, ഷോർട്ട് റേഞ്ച് അപ് ടു 70 കിലോമീറ്റേഴ്സ്. നമുക്കറിയാം ഇവിടുന്ന് റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു മൊബൈൽ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഈ മൊബൈൽ കൺട്രോൾ യൂണിറ്റ് ഇതിന്റെ ഈ ഇൻബൗണ്ട് മിസൈൽസിന്റെ ട്രൊജക്ടറി കണക്കാക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഇമ്പാക്ട് പോയിന്റ് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർസെപ്റ്റർ മിസൈൽസിനെ ലോഞ്ച് ചെയ്യാനുണ്ട്. ലോഞ്ചേഴ്സിൽ നിന്ന് ലോഞ്ച് ചെയ്യുകയും അതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയും ചെയ്യുന്ന ഒരു വെതർ ഡിഫൻസ് സിസ്റ്റമാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, മൾട്ടി മിഷൻ റഡാർ ഉണ്ട്. ഈ റഡാറിൽ നിന്നാണ് ഇതിൽ നിന്നുള്ള അനലൈസ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ് ഏത് പോയിന്റിൽ വെച്ചാണ് ഇതിനെ തകർക്കാൻ പറ്റുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും ഇവിടുന്ന് ലോഞ്ചർ മിസൈൽസ് ലോഞ്ച് ചെയ്യുകയും ചെയ്യും. ഈ ലോഞ്ചർ മിസൈൽസ് ഈച്ച് ഹാസ് 20 ഇന്റർസെപ്റ്റർ മിസൈൽ വിത്ത് ആൻ ഇൻബിൽറ്റ് റാഡാർ സീക്കർ. അതായത് ഈ ലോഞ്ചറിന് എന്താണ് 20ഓളം വരുന്ന ഇന്റർസെപ്റ്റർ മിസൈൽസ് ഉണ്ടാവും. ഈ ടാമർ ഇന്റർസെപ്റ്റർ എന്നാണ് ഇതിന്റെ ഒരു നീളം എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. വെയിറ്റ് വന്നിട്ട് ഒരെണ്ണത്തിന് 90 കിലോഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരിക. ഇതൊരു ഫിലിംസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അടുത്തത്, അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, MCQ അടക്കം. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് വായിക്കാൻ ശ്രമിക്കുക, അതിന് MCQകൾ ചെയ്യാൻ ശ്രമിക്കുക. അതിന് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കീഴിൽ അല്ലെങ്കിൽ സജഷൻസ് അല്ലെങ്കിൽ കമൻസ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും. എനിവേ, കീപ് റീഡിങ്. താങ്ക് യു.